നമസ്കാരം കേട്ടാ. പിന്നെ ഞാൻ ഷാപ്പിങ് കൂടിയിട്ട് ഇന്നലെ ബസ്സിന് ട്രിപ്പ് എടുത്തിട്ട് പോന്നു. നമ്മളെ വാഗമണ്ണിക്കാണ് കേട്ടോ. ഞങ്ങൾ രാത്രി ഒരു 11 ആ റേഞ്ച് ആയിട്ടിപ്പോൾ ഞങ്ങൾ ഗസ്റ്റിനെ കയറ്റി. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഫ്രഷപ്പ് എടുക്കുകയാണ്. റൂം ഉണ്ടായിരുന്നില്ല. നേരെ ഇവിടെ വന്ന് ഫ്രഷപ്പ് എടുത്തിട്ട് ജസ്റ്റ് അതിൽ സൈറ്റ് സീയിങ് കണ്ടിട്ട് നാട്ടിലേക്ക് റിട്ടേൺ ആണ് കേട്ടോ. തങ്ങൾപ്പാറ അങ്ങനെ വന്നപ്പോഴേ ഇന്നത്തെ ഒരു ആംബിയൻസ് നോക്കി നോക്കുമ്പോൾ വലിയ തിരക്കൊന്നും കാണില്ല. അങ്ങനെയുള്ള ഒരു ആംബിയൻസിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഇതിവിടെ വരാത്ത ആൾക്കാരും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ വിചാരിച്ചു. ഞാനും ഇവിടുന്ന് കേട്ടറിഞ്ഞിട്ടുള്ള കുറച്ച് കഥകളുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഇതേമാതിരി ഒരു സ്ഥലത്തിലത്തെ ഒരു തീർത്ഥാടനത്തിലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അതേമാതിരി ഒരു കൗതുകരമായിട്ടുള്ള കാര്യം കണ്ടപ്പോൾ ഞാനത് കാണിച്ചു തരികയാണ്. അപ്പോഴേ നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ആംബിയൻസ് കാണിച്ചു തരാം. ഓക്കെ, സംഭവം ഉണ്ടല്ലോ, ഇതിനെ കുറിച്ചിട്ട് ഇതിന് മുകളിലെത്തണം. ആ കാണുന്ന ആളുകൾ നിൽക്കുന്ന ഒരു പാറ കണ്ടോ, ദൂരെ ഒരു പാറ കാണണ്ടോ. അപ്പോൾ അവിടെയാണ് ഈ യാറുള്ളത്. ആ യാറത്തിനെ മുകളിലേക്കാണ് ആളുകൾ ഈ പോണത് കേട്ടോ. വാഗമണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഒരുവിധം ആളുകളും നടന്ന് കയറാനേ മടിയായിട്ട് കയറാൻ. ഞാനൊക്കെ എൻ്റെ ഗസ്റ്റിനോട് പറയും നല്ല അടിപൊളി സ്ഥലമാണ് പറയും. പക്ഷേ ആൾക്കാർ പറയും നടക്കാൻ മടിയാണ് പറയും. നടക്കാൻ മടിയാണ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി അതിൻ്റെ മുകളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു ഏരിയ കാണാൻ പറ്റുമെന്ന് അറിയാം. ഇതിൻ്റെ ഈ വാഗമണ്ണിൻ്റെ എല്ലാ ഏരിയ ഇവിടെ നിന്ന് കാണാൻ പറ്റും. മുട്ടക്കുന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തങ്ങൾപ്പാറയ്ക്ക് കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കയറില്ല. സംഭവം ഇപ്പോൾ ഞാൻ ഇപ്പം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്നിവിടെ കോടയൊന്നും ഇല്ലാണ്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ഫസ്റ്റ് ടൈം ഞാൻ ഈ തങ്ങൾപ്പാറയിൽ വരുന്ന സമയത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ജനങ്ങളുടെ കൂടുതലായിട്ടുള്ള വരവും കാര്യങ്ങളൊക്കെ കൂടിയപ്പോൾ ടോയ്ലറ്റ് സംവിധാനം അത് ബാക്കിയുള്ള അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി. കൂടുതലായിട്ട് ഇവിടുത്തെ ഇത് പറഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഡീസൻറ്റ് കീപ്പ് ചെയ്യണം. ഇപ്പോൾ വണ്ടിയിൽ വന്ന് പാട്ട് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് കിടന്ന് ഷോ കാണിക്കുന്ന പരിപാടിയൊന്നും ഈ ഗ്രൗണ്ടിലൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് എല്ലാവരും. കാരണം ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ തങ്ങൾപ്പാറയുടെ മുകളിൽ ഒരു യാറത്തു നിന്ന് വെള്ളം കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അവിടുന്ന് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളം കിട്ടും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ച് വരുന്നതാണ്. അങ്ങനെയല്ലേ പറയണത് അല്ലേ? കബറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വരുന്നതാണ്. ആ വെള്ളം നമുക്ക് വലിച്ചു വരുമ്പോൾ നമുക്കത് കുപ്പിയിൽ പിടിച്ചിട്ട് നമുക്കവിടെ നിന്ന് കുടിക്കാം. നല്ല വൃത്തിയുള്ള അടിപൊളി വെള്ളമാണെന്ന് പറയണത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുകളിൽ പോകുമ്പോൾ നടന്നു പോയ ആൾക്കാർ വന്ന് വണ്ടി കയറുമ്പോഴാണ് പോയ 2 ആൾ പറയുമ്പോഴാണ് ബാക്കിയുള്ള 5 ആൾ അറിയുക. പിന്നെ ഇവർക്ക് നടക്കാൻ പറ്റില്ല, പോവില്ല അറിയും. അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു മക്ക തങ്ങൾപ്പാറ കലവരമാട്. ജനനവർഷം ഹിജ്റ വർഷം 569. ജനനസ്ഥലം അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാൻ പ്രവിശ്യ. പരമ്പര 2ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പര. പിതാവ് ഷെയ്ഖ് ജമാലുദ്ദീൻ സുലൈമാൻ. മാതാവ് ഗർസം ഖാത്തൂർ റളിയല്ലാഹു അൻഹ. ഗുരുവര്യർ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കിദാഹാറി. അതുപോട്ടെ. വഫാത്തായ വർഷം ഹിജ്റ വർഷം 664 മുഹറം 5 വ്യാഴം. പിന്നെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പ്രവേശന സമയം ഇവിടെ രാവിലെ 8 AM to 4:30 PM. നിശബ്ദത പാലിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിശബ്ദത പാലിക്കണം അവിടെ. പിന്നെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. കോമ്പൗണ്ടിൽ ലഹരി പദാർത്ഥങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. മാന്യമായി വസ്ത്രം ധരിച്ച് എത്തുന്നവർക്ക് മാത്രമേ മഖാമിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. കോമ്പൗണ്ടിനുള്ളിൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. മഖാമിന് പൂർണ്ണമായ നിയന്ത്രണം എന്തയാർ ബദരിയ മുസ്ലിം ജമാഅത്തിനാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ആ വെള്ളം കിട്ടുന്ന സ്ഥലം. ഞാൻ പറഞ്ഞല്ലോ, അത് പരമാവധി പോയി കാണുക. അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വീഡിയോയുടെ അടിയിലേ ഒന്ന് കമൻറ്റ് ചെയ്യണേ, മറ്റുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പട്ടാമ്പിക്കാരൻ്റെ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരെ ബൈ.